മോനെ, നീ എവിടെയാടാ? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട്. ഞാനൊരു മീറ്റിംഗിലാ. അതെ, സോനാലിന്ന് കൊണ്ടുവന്ന സാരി ഉടുത്തപ്പോഴേ മോക്ക് എന്തൊരു ഭംഗിയാന്നറിയോ. നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പു കാത്തിരിക്കാ. നീ പെട്ടെന്ന് ഇങ്ങ് വന്നേ. ഞാൻ വന്നോളാമി. എന്റെ മോനെ, നീ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഭക്ഷണം പോലും കഴിക്കാതിരിക്കാ. നീ വന്നിട്ടേ കഴിക്കൂന്ന് പറഞ്ഞിട്ട്. ഞാൻ വിളിച്ചോളാം. അപ്പുന് നിന്നോട് എന്തോ സംസാരിക്കണോന്ന്. ഫോൺ കൊടുക്കട്ടെ? അല്ലല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഹലോ. അവൻ വച്ചു മോളെ. താലി കെട്ടുന്ന ദിവസമെങ്കിലും ഇവന്റെ തിരക്കൊന്നും ഒഴിയുവോ? ഇവൻ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതായി എങ്ങനൊരു കുടുംബം നടത്തും? ആമീനെങ്കിലും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ കറങ്ങൂ. അതും ഇന്നത്തെ ദിവസം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ മിണ്ടണതാണല്ലോ കുഴപ്പം. എന്റെ ചെറിയമ്മേ, ബാലു അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയതല്ലേ, ഇപ്പെങ്കി വന്നോളും. വിട്ടോ, അഴിച്ചു വിട്ടോ മോള്. അവസാനം പ്രശ്നം ഉണ്ടാവുമ്പോഴേ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അന്നേരം ചെറിയമ്മേ എന്നും പറഞ്ഞു കരയരുത്. ഞാൻ പറയണമില്ല, അഭിപ്രായം പറഞ്ഞ അത് വലിയ കുഴപ്പം. എടി കൊച്ചേ, എന്തോത്തിനാ ഇങ്ങനെ ഉടുത്തൊരുങ്ങി നിൽക്കുന്നത്? അത് അഴിച്ചിട്, കല്യാണത്തിന് ഉടുക്കാനുള്ളതല്ലേ. അവൻ ഇപ്പോഴൊന്നും വരൂല്ല. മോളെ, നീ വാ. May I come in, sir? Yes, come in. Sir, sweets. അവിടെ വെച്ചോ. സോണി, സോണി, ഈ സ്വീറ്റ്സ് എല്ലാവർക്കും എടുത്തു കൊടുക്കും. സാറ് തന്നെ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അതല്ലേ എല്ലാവർക്കും സന്തോഷം. ഓക്കെ സർ, ഒരു കാര്യം സാർ വിട്ടുപോയെന്ന് തോന്നുന്നു. എന്ത് കാര്യം? ആ ദിയ എന്ന് പറയുന്ന കുട്ടിയുടെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ. റണ്ണർ അപ്പ് ദിയ അല്ലേ? ആ വിന്നർക്ക് എന്തായിരുന്നു പ്രോബ്ലം? സർ, ഞാനത് ബ്രീഫ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ സോനാലിയിൽ ആ കുട്ടിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ആ ഷോ അപ്ലൈ ചെയ്തും അറ്റൻഡ് ചെയ്തും ഒക്കെ? സർ, ആ കുട്ടി വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഡിസൈനറാണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്താലോ? നോ 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 നോ. നമ്മുടെ സ്ഥാപനത്തെ അധിക്ഷേപിക്കുകയാണ് ആ കുട്ടി ചെയ്തത്. അങ്ങനെയുള്ള ഒരാളെ സ്ഥാപനത്തിന്റെ പടി കയറാൻ അനുവദിക്കരുത്. സോണി, ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വന്നാൽ അപ്പം തന്നെ റിജക്ട് ചെയ്തേക്കണം. ഓക്കെ സർ. ഓക്കെ. ഓക്കെ, സ്വീറ്റ്സ് കൊടുക്കാം. വാ, കം. ഈ പെൺകുട്ടി തന്നെയാണ് ഡ്രസ്സ് മാറിപ്പോയതിന്റെ പേരിൽ വന്ന് വഴക്കുണ്ടാക്കിയതെന്ന് സാറിനോട് പറയണോ? തൽക്കാലം വേണ്ട. ഈ ഓർഡറൊക്കെ നമുക്കുള്ളതാ. അതന്നെ. എല്ലാരും വാ 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 വാ. ഇന്ന് എല്ലാവർക്കും എന്റെ വക സ്വീറ്റ്സ് ഉണ്ട്. താൻ തന്നെ എടുത്തോ. താങ്ക് യു. ഒരു ക്രിയേറ്റീവ് ടീമിന്റെ ഹാർഡ് വർക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ഇന്നലെ രാത്രി കൊണ്ട് പ്രൂവ് ചെയ്തു. സാറേ, ഈ സ്വീറ്റ്സിൽ മാത്രം ഒതുക്കാണോ? ഉലകണ്ണൻ സാറിന് വേറെന്താ വേണ്ടേ? ഇപ്പൊ തന്നെ ഷുഗർ കൂടുതല. ഞാനൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പോരെ? നെക്സ്റ്റ് സൺഡേ. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്.
ഒരു പുതിയ ഡിസൈനർ കൂടെ നമ്മുടെ ഡി സൊനാലിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പേര് ദിയ. നമ്മുടെ കഴിഞ്ഞ ഇവന്റിൽ വിൻ ചെയ്ത കുട്ടിയാ. റണ്ണറപ്പായിരുന്നു. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വിന്നറാ. സോണി, ദിയയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ സർ. ഓക്കെ. മോളെ ഈ വേഷത്തിൽ കാണുമ്പോ മോളുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണ ദിവസമാ എനിക്ക് ഓർമ്മ വരുന്നേ. ഇതുപോലൊരു സുന്ദരിക്കുട്ടിയായി അവളെ കണ്ടത് ഇപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിലുണ്ട്. ഇത്രയും വർഷമായിട്ടും ആമി അതൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോന്നോ? ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ബാലു തീരെ ചെറുതാ, ഓടി നടക്കും, മഹാകുസൃതിയായിരുന്നു. ഞാൻ ആ പൂവൊക്കെ അവളുടെ തലയിൽ വെച്ചു കൊടുത്തേ. അന്നെന്റെ കയ്യിലിരുന്ന ബാലു അവളുടെ തലയിൽ നിന്ന് ഒരു റോസാപ്പൂ വലിച്ചു പറിച്ചെടുത്തു. അന്ന് അവൻ പറിച്ചെടുത്ത ആ പൂവിന് പകരമായിട്ടാ ഞാൻ ബാലുവിനെ നിന്നിലൂടെ അവൾക്ക് നൽകുന്നത്. എനിക്കവള് വെറൊരു സുഹൃത്തായിരുന്നില്ല, എന്റെ സ്വന്തം അനുജത്തി തന്നെയായിരുന്നു. തിരിച്ചു അങ്ങനെ തന്നെ. ഒരുപാട് കാലം അത് ആസ്വദിക്കാനായില്ലെങ്കിലും ആ സ്നേഹവും അടുപ്പവും ഇന്നും എനിക്ക് സുഖമുള്ള ഓർമ്മകളാ. നിന്നെ സ്വന്തം മകളായി അല്ലാതെ എനിക്ക് കാണാൻ പറ്റാത്തതും അതുകൊണ്ടാ. ഇത് ചീറ്റിംഗാ. നീ എന്റെ കൂടെ ജീവിച്ചോണ്ട് എത്ര പേര് ചീറ്റ് ചെയ്തു. എന്നെ, ആമിയെ, അവളെ. ഇനി ഞാൻ തീരുമാനിച്ചോളാം. ലിവിങ് ടുഗദർ, ബെഡ് ഷെയർ ചെയ്യാൻ ഒരു പെണ്ണ്. നിനക്ക് അത് മതിയായിരുന്നല്ലോ. അതെന്റെ തെറ്റ്. എന്റെ ഫാമിലി ഹിസ്റ്ററി മുഴുവൻ നിനക്കറിയാം. അവൾക്ക് പേരൻസ് ഇല്ല. അവൾക്കും എനിക്കും കൂടിയുള്ളത് എന്റെ അമ്മയ. അവരെ വിഷമിപ്പിക്കുന്ന ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. റിംഗ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടന്നില്ലല്ലോ, അതും എന്റെ പ്രസൻസില്. എന്നെ ആ ഹാളിൽ കൊണ്ടെത്തിച്ചത് എന്റെ ദൈവം. ആ ദൈവത്തോട് ചോദിച്ച് ഞാൻ എന്റെ തീരുമാനം എടുക്കും. നീ ഇനി എന്റെ കൂടെയാണോ ആ കുട്ടിയുടെ കൂടെയാണോ ജീവിക്കാൻ പോന്നേന്ന് ഇനി തീരുമാനിക്കാൻ പോകുന്നത് ഞാനാ. നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ പോകുന്നത്? നിനക്ക് കുറച്ച് കോർപ്പറേറ്റ് കണക്ഷൻ ഉണ്ട്. ഡൽഹിയിലും വിജയവാഡയിലും പിന്നങ്ങ് ദുബായിലും. ആ ടീമിനെ ഇറക്കി എൻ്റെ ലൈഫ് നശിപ്പിക്കാനാ നോക്കുന്നെങ്കിൽ ഞാനും വെറുതെ ഇരിക്കില്ല. ജീവൻ തിരികെ കിട്ടരുതെന്ന് കരുതി തന്നെയാ ഞാൻ ഈ കടുങ്കൈ ചെയ്തത്. പക്ഷേ
നീ തന്നെ രക്ഷകനായി. അല്ലെങ്കിൽ ആ ബാത്ടബിൽ തന്നെ എന്റെ ജീവിതം അവസാനിച്ചേനെ. നീ തന്നെ എന്നെ ജീവിതത്തിലേക്ക് ഇപ്പൊ തിരിച്ചു കൊണ്ടുവന്നത് നിന്നോടൊപ്പം ജീവിക്കാനാ. അത് ദൈവനിശ്ചയം. ഞാൻ നിന്നെ ചീറ്റ് ചെയ്യും, ഇട്ടേച്ചു പോകും. ഞാനില്ലാതെ നിനക്കൊരു ലൈഫ് ഇല്ലാന്നൊക്കെ എവറി നൈറ്റ് ബെഡ് ഷെയർ ചെയ്യുമ്പോ എത്ര തവണ നീ എന്നോട് പറഞ്ഞു. നിന്റെ ആ സ്നേഹം സത്യസന്ധമാണെന്ന് അന്ന് ഞാൻ വിശ്വസിച്ചു 100%. പക്ഷെ എന്റെ ഫാമിലി, എന്റെ ലൈഫ്, എന്റെ കരിയർ എല്ലാം കളഞ്ഞ് ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടി തന്നെയായിരുന്നു. അത് നീ മനസ്സിലാക്കിയില്ല. ഇപ്പൊ ആരാ ചീറ്റ് ചെയ്തത്? പറ, ആരാ ചീറ്റ് ചെയ്തേന്ന്? ഓർമ്മ വെച്ച നാളു മുതല് എന്റെ അമ്മയുടെ മുഖമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആമിയാ. ആമി എനിക്ക് വേണ്ടി ഒരു കൂട്ട് കരുതി വെക്കുന്ന എനിക്കറിയായിരുന്നു. എന്നെ ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ഈ ആമിയായിരുന്നു. ഒരാളെ വിവാഹം കഴിച്ചു പോകുമ്പോ ഇതുപോലെ സ്നേഹവും കരുതലും തരുന്ന ഒരാള് ഉണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഈ ആമയുടെ സ്നേഹം വിട്ട് അതിനേക്കാളും സ്നേഹമുള്ള ഒരാളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരാളെ ഞാൻ എവിടേക്കോ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കൂടെ പഠിച്ചവരും കൂടെ കൂടെ നോക്കിയവർക്കൊക്കെ ഇടയിൽ എന്റെ കൂട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തൊട്ടടുത്ത് തന്നെ എന്റെ അമ്മ എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരുന്നു. അതെനിക്കിപ്പോഴാ മനസ്സിലായത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിന്നെപ്പോലെ നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിക്കുന്നതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്റെ മുമ്പ് ആലുന്റെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല. അറിയാലോ മോളെ, അവൻ പഠിച്ചതും കൂട്ടുകൂടി നടന്നതുമൊക്കെ പുറത്താ. അവന്റെ അച്ഛന്റെ സ്വഭാവം അവന്. അധികം സംസാരമൊന്നുമില്ല, പക്ഷെ ഉള്ളില് സ്നേഹമുണ്ട്. നിന്നെ പൊന്നുപോലെ അവൻ നോക്കിക്കോളും. അതെനിക്കറിയാം ആമി. ഞാൻ എന്താണെന്ന് ബാലുവിന് നന്നായിട്ട് അറിയാം. എനിക്ക് ബാലുവിനെ, ഞങ്ങൾ തമ്മിൽ ഈഗോയോ വഴക്കുകളോ ഒന്നുമില്ല, ഇനിയൊട്ടും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാ മറുത്തൊന്നും ഞാനോ ആലോചിക്കാതിരുന്നേ. ആമിക്ക് വിശ്വസിക്കാം, ഞാൻ ബാലുവിന്റെ മാത്രം പെണ്ണ. ബാലു എന്റേത് മാത്രവും. റിയൽ ലവ്, യഥാർത്ഥ സ്നേഹം, അത് ആമി എനിക്ക് തന്നിട്ടുണ്ട്. ആമിയുടെ മോനും എനിക്ക് തരും. അതെനിക്ക് ഉറപ്പാ. ഇല്ല മമ്മി, എനിക്ക് ആ കുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. മുഹൂർത്തം കഴിഞ്ഞായിരിക്കും നീ ചെന്നത്. അതെ മമ്മി. മോനെ, ഈ ഒരു ദിവസം ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു ചെറിയ തെറ്റും കുറവും
വളരെ വിഷമം ഉണ്ടാക്കും അവർക്ക്. ആ കുട്ടി ഇനി ആ സാരി അവളുടെ മാരേജിന് കൊടുക്കട്ടെ. അതോടെ മനസ്സിൽ കണ്ട ഞാനായി ചെയ്തേ. അപ്പോ പുടവയിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്കിപ്പം മനസ്സിലായി തുടങ്ങിയല്ലേ? ഇപ്പം മമ്മി പറയുമ്പോ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ ഉറക്കമൊളച്ച് ഒരു ഇമോഷൻ ഐഡിയ ക്രിയേഷൻ നടത്തിയതല്ല ഞാൻ. ഈ ജോലി ഇതെന്റെ ബിസിനസ് എത്തിക്സാണ്. എനിക്കറിയാം സിദ്ധു. ബന്ധം, സ്നേഹം, കല്യാണം ഇതിലൊന്നും നീ വിശ്വസിക്കുന്നില്ലെന്ന് എപ്പോഴും പറയും. പക്ഷേ ഒരു ദിവസം വരും, അന്ന് നിനക്ക് മനസ്സിലാവും യഥാർത്ഥ സ്നേഹം എങ്ങനെയാണെന്നും അതെവിടുന്നാണെന്നും. ട്രൂ ലവ്. അതെ, ട്രൂ ലവ്. ഒന്ന് പോടാ. ഞാൻ മനഃപൂർവ്വമല്ല. ഇങ്ങനൊരു ഫ്യൂച്ചർ ലൈഫ് എനിക്കും നിനക്കും വേണമെന്ന് ഒരിക്കലും നീ എന്നോടും പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. ആവശ്യപ്പെടാതെ മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. ഡൽഹി വിട്ട് നീ നാട്ടിൽ പോകുമ്പോ എത്ര കള്ളങ്ങളാ എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്ലാനിങ്, ഒരു പ്ലേ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഡൽഹി വിടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എടി, ഒരായുസ് മുഴുവൻ നിന്നോടൊപ്പം കയറി കഴിയാന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചവനല്ല ഞാൻ. എനിക്ക് എന്റെ ലൈഫുണ്ട്, അതേപോലെ നിനക്ക് നിന്റെയും. ഹലോ ആമി,